കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മേരി എബ്രഹാം അമ്മാമയാണ്. പ്രിയ അമ്മാമയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനുശേഷം നമ്മുടെ പ്രെയർ ടൈമാണ് 7:25 വരെയുള്ള ടൈം. ശേഷം ക്ലോസിംഗ് പ്രെയർ ആണ്. ക്ലോസിംഗ് പ്രെയറിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ടാവ്ലി ആന്റിയാണ്. പ്രിയ ആന്റിയെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ മീറ്റിംഗിലേക്ക് കടക്കാം. നമ്മുടെ മീറ്റിംഗ് ഇന്ന് പ്രാർത്ഥനയോടെ വർഷിപ്പോടെ ആരംഭിക്കാനായിട്ട് ശാന്തമാമയെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സൗഹൃദാൻ ദൈവമേ, ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ കൃപ എത്രത്തോളം ഞങ്ങളെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ അനേകം പ്രാവശ്യങ്ങളായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ഈ മീറ്റിംഗിനെ നടത്തുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവർ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു കർത്താവെ. അവിടുന്ന് തന്നെയാണ് മഹോന്നതനാണ്, രാജാവാണ്, കർത്താവാണ്. അവിടുത്തെ വിളിച്ചിട്ട് വസിക്കുന്ന എല്ലാ ദൈവമാകുന്നു. എന്നാൽ അവിടെ ഞങ്ങളെ വീണ്ടെടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഒന്നതിനാണ് മഹോന്നതനാണ് കർത്താവെ. എത്രയോ പേർക്ക് മനസ്സിലാകാത്ത കാര്യം അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം കർത്താവെ. അവിടെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ കർത്താവെ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുമ്പോൾ അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ആദ്യമുണ്ടെന്ന് അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ടുപാടി ഞങ്ങളെ സഹായിക്കുന്ന റിയാലിറ്റി മോക്കായി സ്തോത്രം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കായി സ്തോത്രം കർത്താവെ. പാടുമ്പോൾ അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ ഞങ്ങളുടെ ആത്മീയമായ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ വചനം സംസാരിക്കുന്ന അവിടെ മോളിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എന്റെ മകൾ കൊടുത്തിരിക്കുന്ന അനേക വിധമായ കൃപാവരങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അതുപോലെ പാട്ടുകൾ എഴുതുവാനും പാടുവാനും ഒക്കെ കൊടുത്തിരിക്കുന്നവർക്കായി സ്തോത്രം. കൂടാതെ കർത്താവ് ഞങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമായി കൊണ്ടുവരുവാനും ഒക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങളധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ വിവിധ ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണേ. അനേകം കാര്യങ്ങളോട്ട് പ്രാർത്ഥിക്കാനും കർത്താവിന് സഹായിക്കണമെന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ആത്മഭാരം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പ്രിയഡാളിക്കായി സ്തോത്രം കർത്താവെ. എൻ്റെ മകളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോഷിയായിക്കായി സ്തോത്രം ആയിട്ടായിരിക്കുമ്പോൾ അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാനറ്റ് ഫോർ ലിവിംഗ് വേൾഡിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ അനേകർ കർത്താവിനെ രുചിച്ചറിവാൻ തക്കണം. അനേകർക്ക് അനേകം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്ത് പരിപാലിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ആത്മീയമായ വർധനയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം. എൻ്റെ പിന്നിൽ നിൽക്കുന്ന അഡ്മിൻസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തന്ന സമയത്തിനായി സ്തോത്രം കർത്താവെ. സകലകാര്യം ദിവസങ്ങളിൽ പരിമേൽപ്പിക്കുന്നു. പ്രാർത്ഥന അതിനെ ഒന്ന് കേട്ടിരിക്കുക സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ യാചിക്കുന്ന കേൾക്കുമാറാണമേ. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവിൻ. സംഗീതത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവിൻ. നാം ഇപ്പോൾ ആയിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. നമുക്ക് കർത്താവിനെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന 2 ഗാനങ്ങളെ കേൾക്കാനുള്ള അവസരമാണ്. അതിനായിട്ട് സിസ്റ്റർ ലിറ്റി ബെന്നിനെ ഞാൻ ക്ഷണിക്കുന്നു. Praise the Lord.
ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നെ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നെ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യവും സൗഭാഗ്യം തന്നുവല്ലോ. ദീനനെന്നെ മെരുകല്ലോ കർത്താവിനാ. പാനപാത്രവുമാ സ്നേഹമാം ദൈവമേ, നീ എന്നെ
പ്രൈസ് ദി ലോർഡ്. മനോഹരമായ 2 ഗാനങ്ങളെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. താങ്ക് യു സിസ്റ്റർ ലിറ്റി ബെൻ. വളരെ മനോഹരമായിട്ട് തന്നെ പാടുവാൻ ദൈവം കൃപ ചെയ്തു. നാം കേട്ടു, ആദ്യം കേട്ട ഗാനം ദൈവസ്നേഹത്തെ കുറിച്ചുള്ളതായിരുന്നു. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന വൻ കൃപയെക്കുറിച്ച് നാം കേട്ടു. ആ കൃപയിലാണ് നാം ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നാം കേട്ടു, സ്നേഹമാം ദൈവമേ അനുദിനവും വളരണമേ ഞാനോ കുറയണമേ എന്ന് കേൾക്കുവാനിടയായി. ആ മനോഭാവത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അതുപോലെ ദൈവാശ്രയത്തെ കുറിച്ചുള്ള ഒരു ഗാനം രണ്ടാമത് നാം കേട്ടു. എന്നെ യേശുവിന്റെ മാർവിലല്ലാതെ എനിക്കൊരു വിശ്രാമ സ്ഥാനമില്ല എന്ന് പാട്ടുകാരൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ഏത് അവസ്ഥയിലും നമുക്ക് എന്തൊക്കെ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നാലും എല്ലാവരും മാറിപ്പോയാലും എന്റെ യേശു കർത്താവ് കൂടെയുണ്ട്, ഏത് നേരത്തും നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സിസ്റ്ററിനെ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ച ശാന്തമാമയോടുള്ള നന്ദി പറയാൻ ഞാൻ വിട്ടുപോയി. സോറി. പ്രിയ ശാന്തമാമയോടുള്ള എല്ലാ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. നമുക്കറിയാം, തിരുവചനം അത് നമ്മുടെ ആത്മീയ മന്നയാണ്. വചനമാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തുന്നതും നിലനിർത്തുന്നതും ഒക്കെ. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് അല്പസമയമായിരിക്കാം. വചനം സംസാരിക്കുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ മേരി എബ്രഹാം, മേരി അമ്മാമ്മയെ കൃത്യമായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം വീണ്ടും ഒരു അവസരം കൂടി കർത്താവ് നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാന് വളരെ കഴിവ് കുറഞ്ഞ ആളാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാല് നമ്മുടെ ഷീബ ജോണി എന്നെ എൻകറേജ് ചെയ്ത് ഇവിടെ ആക്കി. അതിനാൽ ഞാൻ അതിന്റെ നന്ദിയെ സഹോദരിയെ അറിയിക്കുന്നു. നമ്മള് പ്രാർത്ഥനയെ കുറിച്ചാണല്ലോ പറയേണ്ടത്. ഇതിനകം നമ്മൾ അനേകം വചനങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വീണ്ടും കേട്ട കാര്യങ്ങളാണോ പറയുന്നത് എന്നറിയുന്നില്ല. എങ്കിലും കർത്താവ് നൽകിയ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാം സാധാരണ കർത്താവിനെ സ്തുതിക്കുവാനായി അടുത്തു വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെക്കാൾ കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊണ്ട് അവരെ നോക്കി നമുക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാണ് സാധാരണ നാം സ്തുതിക്കുമ്പോൾ ആദ്യം പറയുക. ഉദാഹരണമായിട്ട് മറ്റുള്ളവരെല്ലാം കഷ്ടപ്പെടുമ്പോൾ, രോഗത്തിൽ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സൗഖ്യം നൽകി എന്നും, അനേകർ ആഹാരമില്ലാതെ വലയുമ്പോൾ എനിക്ക് ആഹാരം തന്നു, ഇങ്ങനെ മറ്റുള്ളവരെ കമ്പയർ ചെയ്താണ് നാം സാധാരണ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഓർക്കാതെ തന്നെ പറയുന്നു. എന്നാല് കർത്താവിന്റെ മഹത്വത്തെ ചിന്തിച്ചുകൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കേണ്ടതാണ് എന്ന് സാം 100 നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സാം 100 നമുക്കൊന്ന് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇവിടെ 3-ാമത്തെ വാക്യം ആണ് ആദ്യത്തെ
കാരണം, ദൈവത്തെ സ്തുതിപ്പാനുള്ള ഒന്നാമത്തെ കാരണം യഹോവ തന്നെ ദൈവം എന്നതുകൊണ്ട്. എബ്രായർ 11:6 നമുക്ക് കാണാം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ റുട്ടീനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും അല്ലേ? അപ്പോ ദൈവം യഥാർത്ഥമായി ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുക. ആ ദൈവമല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് അനേകം പ്രവാചകന്മാരുടെ അനേകം വാക്യങ്ങളിൽ കൂടി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. യെശയ്യാവ് 45:21-22 നോക്കാം. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല സീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. നമ്മുടെ മുൻ പിതാക്കളായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരും യഹോവ ദൈവം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആരാധിച്ചു വന്നത്. അതുപോലെ മോശയ്ക്ക് ദൈവം യഹോവ എന്ന നിലയിൽ വെളിപ്പെടുത്തി. ആ കാഴ്ച, ആ വെളിപ്പാട് കൊണ്ടാണ് എത്രയോ ലക്ഷം ജനങ്ങളെ മരുഭൂമിയിൽ കൂടി നടത്തി. ഇപ്പോൾ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം നമുക്ക് ഈ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മളെ ദൈവം ആക്കി തീർത്തിരിക്കുകയാണ്. അപ്പം ഈ ദൈവം നമ്മുടെയും ദൈവമാണ് എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. രണ്ടാമതായി 3-ാം വാക്യത്തിൽ തന്നെ കാണാം, ദൈവം നമ്മുടെ സൃഷ്ടികർത്താവ് ആയിരിക്കാൻ 5000-ന് മേലെ മെക്കാനിസം ഉള്ള മനുഷ്യ ശരീരം ആണും പെണ്ണുമായിട്ട് ദൈവം സൃഷ്ടിച്ചു. എന്നാല് ഭോഷന്മാരെന്താ പറയുന്നത്? ഒരു അണുവിൽ നിന്നുമല്ല ഇതെല്ലാം ഉണ്ടായെന്ന്. നമ്മുടെ കർത്താവ് അതെല്ലാം എങ്ങനെ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇയ്യോബ് 10:11-12. ത്വക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു, അസ്ഥിയും ഞരമ്പും കൊണ്ട് എന്നെ മെടഞ്ഞിരിക്കുന്നു. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ദൈവം മണ്ണും കൊണ്ട് ഭൂമിയിലെ പൊടി കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്നുള്ളതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ദാവീദ് രാജാവ് എന്താ പറയുന്നത്? 139-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ 139:14 ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടികളാണ്. അത് കൈരേഖ വെളിപ്പെടുത്തുന്നതായിട്ട് ദൈവവചനം എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പേ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് സയന്റിസ്റ്റ് ഒക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇയ്യോബ് 37:7 അത് പറഞ്ഞിട്ടുണ്ട്. സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഒരു മനുഷ്യന്റെ കൈരേഖ വേറൊരു മനുഷ്യൻ്റെതിനോട് സാമ്യമല്ല. ഈ ലോകത്തില് എത്രയോ കോടി ജനങ്ങളുണ്ട്. ആരുടെയും കൈരേഖ ഒരുവന് സാമ്യമല്ല. വീണ്ടും കർത്താവ് ഒരു വചനം വായിക്കാം. ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും, യെരമ്യാ 27:5 ദൈവം പറയുന്നു, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ടും നീട്ടി ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവായ ദൈവത്തെ നാം ആ സൃഷ്ടികർത്താവെന്ന് അറിഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കണം. മൂന്നാമത്തേത്, നാം അവനുള്ളവർ ആകയാൽ വി ആർ ഹിസ് പീപ്പിൾ. മുമ്പേ നാം ദൈവമില്ലാത്തവരായിരുന്നു, അതിക്രമങ്ങളിലും, അത് എഫെസ്യർ 2 കാണാമല്ലോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നവരായിരുന്നു. അന്ധകാരത്തിന് അധിപതിയായ പിശാചിന് അടിമകളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്നും
കൊലോസിയർ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, കൊലോസിയർ 1:12 നോക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന്. അപ്പൊ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് അത്ഭുത പ്രകാശത്തിലേക്ക് മാറ്റി നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗീയ പൗരന്മാരാണ്, ദൈവഭവനക്കാരാണ്. ഈ നിലയിൽ നമ്മൾ അവനുള്ളവരാണ്. അതിനാൽ ദൈവത്തെ സ്തുതിക്കണം. 4-ാമത്തെ പോയിന്റ്, വേഴ്സ് 4. ദൈവം മേയിക്കുന്ന ആടുകൾ ആയിരിക്കുന്നതിനാൽ. ദൈവം മേയിക്കുന്ന ആടുകളെ എങ്ങനെ മേയിക്കാം? കഠിനമായി ഉപദ്രവിച്ചുകൊണ്ട് മേയിക്കാം. എന്നാല് ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്നാ പറയുന്നത്. ജീവനെ നൽകിയ നല്ലിടയനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മെ മേയിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനമാകുന്ന വചനത്തിന്റെ പോഷണം, അതായത് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും പോഷണം നമുക്ക് ദൈവം നൽകുന്നുണ്ട്. 1 തിമോത്തി 4:6. 1 തിമോത്തി 4:6. വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും പോഷണം. നമ്മളുടെ ഏകാന്ത നേരങ്ങളിൽ നമുക്ക് സഖിത്വം ദൈവം തരുന്നു, നമ്മെ പരിപാലിക്കുന്നു. അങ്ങനെ കർത്താവ് നല്ല ഇടയനായിട്ട് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ്? ഐസിയ 40:11 അത് കാണാം. ഐസിയ 40:11. ഒരു ഇടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയനാണ് നമ്മുടെ ഇടയൻ. യഹോവ ഇടയനാകുന്നവർക്ക് ഒരു മുട്ടും ഉണ്ടാകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ പോയിന്റ്, വേഴ്സ് 5. ദൈവം നല്ലവൻ ആയതിനാൽ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭിക്കാവുന്ന നരക ന്യായവിധി തരാതെ കർത്താവ് അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ രക്ഷിച്ച നല്ലവനായ ദൈവം. ദൈവം നല്ലവനെന്ന ഈ ലോകത്തിൽ നല്ലവനെന്ന അല്ല വേറെ ഒരാളും ഇല്ല. ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ. ദൈവം നല്ലവനെന്ന് ഓർത്ത് നാം കർത്താവിനെ സ്തുതിക്കണം. 6-ാമത്തെ പോയിന്റ്, വേഴ്സ് 5 തന്നെ. ദൈവത്തിന്റെ ദയ എന്നേക്കും ഉള്ളത്. സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ ദയയെ കുറിച്ച് Psalm 136 നിറയെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ നമ്മളുടെ കുഴഞ്ഞ ചീറ്റിലും കടന്നിരുന്ന നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത കർത്താവിനെ നാം സ്തുതിക്കേണ്ടതാണ്. 7-ാമത്തെ പോയിന്റ്, ദൈവത്തിന്റെ വിശ്വസ്തത തലമുറയായി ഇരിക്കുന്നതിനാൽ. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. 1 കൊരിന്ത്യർ 1:9. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. 2 Thessalonians 3:3. കർത്താവ് വിശ്വസ്ത മഹാപുരോഹിതനാണെന്ന് എബ്രായർ 2:17 കാണാം. ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയും ആകുന്നു. അതിന് മാറ്റമില്ലാത്ത ദൈവമാണ് നമ്മുടെ. അതാണ്, മനുഷ്യനെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ ഈ ഗുണഗണങ്ങളൊന്നും മാറിപ്പോകുന്നതല്ല, എന്നേക്കും തലമുറയായി ഇരിക്കുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ഇനിയും എങ്ങനെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, എങ്ങനെയെല്ലാം സ്തുതിക്കാം എന്നുള്ളതാണ്. ഹൗ വി ക്യാൻ എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്. 1, ആർപ്പിടുവീൻ. മേക്ക് എ ജോയ്ഫുൾ നോയ്സ് അൺടു ദ ലോർഡ്. ഒരു ദൈവപൈതലിന് സന്തോഷിപ്പാനുള്ള കാരണമുണ്ട്. എന്താണ്? പാപക്ഷമ ലഭിച്ചു. ഈ മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച കർത്താവിനെ സന്തോഷത്തോടെ
സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞു. മേക്ക് എ ജോയ്ഫുൾ നോയ്സ്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനം നൽകിയിരിക്കുകയാണ്. സമാധാനം ഉള്ളിടത്ത് ജോയിയും ഉണ്ടല്ലോ. അടുത്തത് സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ എന്താണ് ദൂതന്മാർ പറഞ്ഞിരിക്കുന്നത്? സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. ഇപ്പൊ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മഹാസന്തോഷം, ആ സന്തോഷത്തിൽ നാമും സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കണം. കർത്താവിനായി നാം എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും എന്ന് റോമർ 14:18-19 നമുക്ക് കാണാം. അതായത് മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിരിക്കും. ക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കൊള്ളാവുന്നവൻ ആയിരിക്കും. മനുഷ്യർക്ക് കൊള്ളാവുന്നവൻ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കർത്താവ് നമുക്ക് കീഴേ ഇറങ്ങി വന്ന് നമുക്ക് സെർവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടുന്ന സഹായം നൽകി അവരെ അവർക്ക് ഹിതകരമായ രീതിയിൽ നാം പ്രവർത്തിക്കുമ്പോൾ അത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ്. കർത്താവിനെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ ആയിരിക്കും, മനുഷ്യർക്ക് കൊള്ളാകുന്നവനും ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലും. സംഗീതം എന്ന് പറയുമ്പോൾ അത് വചനത്തിൽ അധിഷ്ഠിതമായ കാര്യമാണല്ലോ സംഗീതം. ആ വചനം നമ്മളുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് സംഗീതത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുക. കൊലോഷ്യൻസ് 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. ഇപ്പോ നമ്മളുടെ പാട്ടുകൾ ക്രിസ്തുവിന്റെ വചനത്തെ അടിസ്ഥാനമുള്ളതാണല്ലോ. അങ്ങനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും കുഞ്ഞാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന പുതിയ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. റെവലേഷൻസ് 5:9-10 അത് വായിക്കാൻ ഇപ്പോൾ നേരമില്ല. റെവലേഷൻസ് 5:9-10 ക്രിസ്തുവിന്റെ ദൈവത്തിന് നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ക്രിസ്തുവിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നതാണ്. കർത്താവിന് നമ്മളെ റോബർട്ട് മാതിരി സൃഷ്ടിച്ചിട്ട് കർത്താവിന് ഇഷ്ടം പോലെ അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മളെ ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ നമ്മളെ ദൈവം അങ്ങനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. സെൽഫ് വില്ല് തന്നിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ നാം അത് നമ്മളുടെ ഓൺ എഫേർട്ട് അതിൽ ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് സഹായമായിട്ടാണ് ദൈവവചനം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ദൈവവചനത്തിൽ കൂടി നാം ഓരോ ദിവസവും വേണ്ട ബലം പ്രാപിച്ച് കർത്താവിന്റെ ഹിതപ്രകാരം അവനെ സ്തുതിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അഞ്ചാമത്തെ കാര്യം, സ്തോത്രത്തോടും സ്തുതിയോടും കൂടി ദൈവത്തെ നാമത്തെ വാഴ്ത്തുക. വേഴ്സ് 4, സ്തോത്രത്തോടും സ്തുതിയോടും കൂടി ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവം ആരെന്നറിഞ്ഞും സ്തോത്രം സ്തുതി അർപ്പിക്കുക. ദൈവത്തിന്റെ മഹത്വമുള്ള സന്നിധിയിൽ പ്രവേശിപ്പാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തു അതിനുള്ള വഴിയെ ഒരുക്കി തന്നു. പുതിയ വഴിയെ ഒരുക്കി തന്നു. തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി ദൈവം ആ വഴിയെ നമുക്ക് തുറന്നു. ദൈവം ദൈവം നമ്മുടെ ദൈവം എന്ന്, നമ്മുടെ പിതാവ് എന്ന് പറയത്തക്കവണ്ണം ദൈവം നമുക്ക് വഴി ഒരുക്കി തന്നു. അതോർത്ത് നമുക്ക് സ്തുതിക്കാം. അപ്പോൾ നമ്മള് 7 കാര്യമാണ് ചിന്തിച്ചത്. യഹോവ തന്നെ ദൈവം എന്നറിഞ്ഞുകൊണ്ടുള്ള
അറിവ്, പിന്നെ ദൈവം നമ്മുടെ സൃഷ്ടികർത്താവ് ആണ് എന്ന നിലയിൽ ചിന്തിക്കുക. നാം അവനുള്ളവരാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി തീർത്തു. നാം അവനുള്ളവരാണ്. അവനുള്ളവരാണ്. നമ്മെ കർത്താവ് മേയിക്കുന്നു. നമുക്ക് പോഷണം തന്ന് സദുപദേശത്തിന്റെയും വിശ്വാസത്തിന്റെയും പോഷണം തന്ന് നമ്മെ പോറ്റുന്നു. നല്ല ഇടയൻ. പിന്നെ ദൈവം നല്ലവനായിരിക്കയാൽ ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാകയാൽ, അതുപോലെ ദൈവത്തിന്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നതാകയാൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. അത് സന്തോഷത്തോടെ, പിന്നെ സന്തോഷത്തോടെ, സ്തോത്രത്തോടും സ്തുതിയോടും സങ്കീർത്തനങ്ങളോടും കൂടി നാം ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതാണ്. അതാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി മനസ്സിലാകും. നാം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അമ്മമ്മ. ദൈവവചനത്തിൽ നിന്നും നല്ലൊരു ആലോചനയെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം, അമ്മാമ്മയിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. നാം ഇന്ന് കേട്ടത് ദൈവത്തെ സ്തുതിപ്പാനുള്ള കാരണങ്ങള്, അതുപോലെ എങ്ങനെയെല്ലാം ദൈവത്തെ സ്തുതിക്കണം എന്ന് നമുക്ക് കേൾക്കുവാൻ. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് അത് നമുക്കറിയാം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം എന്നുള്ളത്. ഇന്ന് നമ്മള് 7 കാര്യങ്ങള്. അതില് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങള്: യഹോവ തന്നെ ദൈവം എന്ന് ഓർക്കുക. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അമ്മാമ്മയിലൂടെ കേട്ട ഈ കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, യഹോവ തന്നെ ദൈവം എന്ന് ഓർത്തുകൊണ്ട്, കർത്താവ് എന്റെ സൃഷ്ടാവാണ് എന്ന് ഓർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. നാം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും ഒക്കെ ഇന്ന് നാം കേട്ട കാര്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ട്, ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. അതിനായി ഓരോരുത്തരെയും ഈ വചനത്താൽ ദൈവം ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അമ്മാമ്മയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും കർത്താവ് എടുത്തുപയോഗിക്കട്ടെ, ആരോഗ്യവും ക്ഷേമവും നൽകി പാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.